പണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഇക്കാക്കാനെ കടയ്ക്ക് പറഞ്ഞയക്കാറുണ്ട് കേട്ടോ. കടയ്ക്ക് പോയിട്ട് വന്ന ഇക്കാക്ക ബാക്കി ചില്ലറ പൈസ പോക്കറ്റിലിട്ടിട്ട് മെല്ലെ കൊണ്ടുപോയി ഇക്കാക്കാൻ്റെ റൂമിൽ ഒരു ബോക്സിലിട്ട് വയ്ക്കലാണ് പതിവ്. എൻ്റെ ഈ പറഞ്ഞ ഇക്കാക്ക, അതായത് അപ്പുക്ക, ഉമ്മാനെ കാണാതെ ഉമ്മാനെ പറ്റിച്ച് ചില്ലറ അടിച്ചു മാറ്റുമ്പോൾ പുള്ളിക്കാരനെ ഞാനും പറ്റിച്ച് ആ പൈസ മെല്ലെ റൂമിൽ നിന്ന് പോയി അടിച്ചു മാറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം അടിച്ചു മാറ്റാനായിട്ട് ഞാൻ മെല്ലെ റൂമിലേക്ക് പോയപ്പോൾ ആളവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. ഉറങ്ങുകയല്ലേന്നും കരുതി ഞാൻ മെല്ലെ പെട്ടി തുറന്നപ്പോൾ ഇടീന്നൊരൊച്ച കേട്ടു. ആ ഒച്ച കേട്ടതിൽ ഞാൻ എങ്ങനെയാണ് മേലത്തെ റൂമിൽ നിന്ന് താഴെ എത്തിയെന്ന് ഇപ്പോഴും ആലോചിച്ചൊരു പിടുത്തമില്ല. ഞാനും അപ്പുക്കിയും ചെറുപ്പത്തിൽ കീരിയും പാമ്പും ആയിരുന്നെങ്കിൽ പോലും എന്താവശ്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സോപ്പിട്ട് നിൽക്കാനും ഞങ്ങൾക്ക് അറിയും കേട്ടോ. അവനിക്ക് എന്തെങ്കിലും പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ ഉണ്ടെങ്കിൽ എനിക്കൊരു 5 രൂപ തരും. പിന്നെ അതൊക്കെ ഇരുന്ന് എഴുതേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതുപോലെ എനിക്കെന്തെങ്കിലും പ്രശ്നം സ്കൂളിലുണ്ടെങ്കിൽ എൻ്റെ ഒരു റൗഡിയായിട്ട് ഞാൻ ഇവനെയാണ് ഇറക്കാറുള്ളത്. പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാനാണെങ്കിലും അതുപോലെ ഓൻ തന്നെയാണ് കൂടെ ഉണ്ടാവാറ്. അതുപോലെ എനിക്കിപ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിനെയാണ് ഞാൻ മുന്നിൽ വിളിക്കാറുള്ളത് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഗ്രൂപ്പ് അടക്കം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. എന്തെങ്കിലും എമൗണ്ട് അപ്പോൾ ഗൂഗിൾ പേയിൽ അയച്ചുതരാൻ പറഞ്ഞാൽ എന്തിനാന്ന് പോലും ചോദിക്കാതെ അവർ രണ്ടാളും എനിക്ക് അയച്ചുതരലുണ്ട്. പിന്നെ ഇത് തിരിച്ചു കൊടുക്കണതിനൊന്നും ഒരു കണക്കും അവർക്കില്ല കേട്ടോ. ഞാനായിട്ട് കൊടുത്താൽ കൊടുത്തു, ഇനി കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല, അത്ര തന്നെ. എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക് ഇങ്ങനെയുള്ള 2 സിബ്ലിങ്സ്, എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറും. അവരെനിക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും മുന്നിൽ അവരുണ്ടാവാറുണ്ട്. അങ്ങനെ അവരെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബായ്.